10th സ്റ്റാൻഡേർഡ് ന്യൂ ടെക്സ്റ്റ് ബുക്ക് ജോഗ്രഫി വെതർ ആൻഡ് ക്ലൈമറ്റ് ദിനാന്തരീക്ഷസ്ഥിതിയും കാലാവസ്ഥയും. മഴ എങ്ങനെയെല്ലാം. 1. പർവ്വതമഴ ഓറോഗ്രാഫിക് റെയിൻഫോൾ. 2. സംവഹന മഴ കൺവെക്ഷണൽ റെയിൻഫോൾ. 3. ചക്രവാത വൃഷ്ടി സൈക്ലോണിക് റെയിൻഫോൾ. പർവ്വതമഴ കടലിൽ നിന്നും നീരാവിപൂരിതമായ കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വതച്ചരിവുകളിൽ തട്ടി ഉയരുകയും ചെയ്യുന്നു. ഇത് കാറ്റിന് അഭിമുഖമായ പർവ്വതവശത്ത് ഘനീകരണത്തിനും മഴമേഘങ്ങളുടെ രൂപീകരണത്തിനും ഇടയാക്കുന്നു. ഇത്തരത്തിൽ ഉണ്ടാകുന്ന മഴയെ പർവ്വതമഴ എന്ന് വിളിക്കുന്നു. കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റ് ആയതിനാൽ അവിടങ്ങളിൽ മഴ ലഭിക്കുന്നില്ല. ഇത്തരം പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ അഥവാ റെയിൻ ഷാഡോ റീജിയൻസ് എന്നാണ് വിളിക്കുന്നത്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മഴ ധാരാളമായി ലഭിക്കുമ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മഴ തീരെ കുറവായിരിക്കാൻ കാരണം ഇതാണ്. സംവഹന വൃഷ്ടി ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിൽ മഴയുണ്ടാകുന്നത് സംവഹന പ്രക്രിയയിലൂടെയാണ്. ഇത്തരത്തിൽ ഉണ്ടാകുന്ന മഴയെ സംവഹന വൃഷ്ടി എന്ന് വിളിക്കുന്നു. ഭൂമധ്യരേഖാ കാലാവസ്ഥാ പ്രദേശങ്ങളിൽ ഏറെക്കുറെ എല്ലാ ദിവസവും സംവഹന വൃഷ്ടി ഉണ്ടാകുന്നു. 4 മണി മഴ അഥവാ 4 o'clock റെയിൻ എന്നും വിളിക്കാറുണ്ട്. ചക്രവാത വൃഷ്ടി ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടിച്ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്ന് ഘനീകരണത്തിനും മഴയ്ക്കും കാരണമാകുകയും ചെയ്യുന്നു. ഇതാണ് ചക്രവാത വൃഷ്ടി. ഉഷ്ണശീതവായു സഞ്ചയങ്ങൾ സംയോജിക്കുന്ന അതിരുകളെ വാതമുഖങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതിനാൽ ഇത്തരം മഴയെ വാതമുഖ മഴ എന്നും വിളിക്കുന്നു. അതിതീവ്ര മഴയും മേഘവിസ്ഫോടനവും ചില പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മഴയുണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് അതിതീവ്ര മഴ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് മിന്നൽ പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലിനും കാരണമാകുന്നു. മണിക്കൂറിൽ 10 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാലാണ് മേഘവിസ്ഫോടനമായി കണക്കാക്കുന്നത്. ഇത് പർവ്വത മേഖലകളിലാണ് കൂടുതലായും ഉണ്ടാകുന്നത്. 2019 കേരളത്തിലെ കവളപ്പാറ പുത്തുമല പ്രദേശങ്ങളിലും 2024 മുണ്ടകൈ ചൂരൽമല പ്രദേശങ്ങളിലും ഉണ്ടായ ഉരുൾപൊട്ടലിന് കാരണം മേഘവിസ്ഫോടനമാണ്.